ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റൊക്കെ ഇടണേ. നമ്മുടെ ഒരു വാഴ ഒടിഞ്ഞു പോകുന്നു, ഇച്ചിരി കൂടെ മൂക്കേണ്ടതായിരുന്നേ. അത് ഒടിഞ്ഞു പോന്നിട്ട് അപ്പോൾ ഞാനിവിടെ അത് വെട്ടിക്കൊണ്ട് വന്നേ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മേടിച്ചേട്ടൻ അത് നമുക്ക് വറക്കാമെന്നും പറഞ്ഞുകൊണ്ട് എണ്ണയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെളിച്ചെണ്ണയ്ക്കകത്താട്ടോ വറക്കുന്നേ. എന്നിട്ട് അതേന്ന് തന്നെ എനിക്കത് പൊളിച്ച് തരുവാണേ. ഞാനാണെങ്കിലുണ്ടല്ലോ ഓരോ പെടല മുറിച്ചെടുത്തേച്ച് എവിടെയെങ്കിലും ഇരുന്ന് പതുക്കെ പൊളിച്ചൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഞാൻ വറുത്തോണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വിനിച്ചേട്ടൻ പറഞ്ഞു ഇതേന്ന് തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് അതേന്ന് തന്നെ അതൊക്കെ പൊളിച്ച് തന്നെ. പിന്നെ കൈയെ കറ പറ്റാതിരിക്കാൻ വേണ്ടി വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഉപ്പുവെള്ളം കേട്ടോ കലക്കി വെച്ചേക്കുന്നത്. എന്നിട്ട് എനിക്ക് പ്രാവശ്യം ഒട്ടും പൊളിക്കേണ്ട വന്നില്ല കേട്ടോ. തൊലിയൊക്കെ വിനിച്ചേട്ടൻ തന്നെ പൊളിച്ച് തന്നു. പിന്നെ അരിഞ്ഞെടുത്തത് ഞാനാണേ. വിനിച്ചേട്ടന് അത്ര പരിചയമില്ല അരിയാൻ. വലിപ്പത്തിൽ അവരങ്ങനെ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ വീട്ടിലെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് രണ്ട് വലിപ്പമായിപ്പോയി, രണ്ടായിട്ടൊക്കെ വറക്കേണ്ടതൊക്കെ വന്നു. പിന്നെ നമ്മൾ പുറത്ത് ആലുവടുപ്പ് എന്ന് പറഞ്ഞൊരു അടുപ്പുണ്ട് നമുക്ക്. അത് നമുക്ക് എടുത്തുകൊണ്ട് പോയി നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാമല്ലോ. അതിൻ്റെ അകത്ത് വെച്ചാണ് ചെയ്യുന്നത്. മുറ്റത്ത് വെച്ചാൽ കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ അകത്ത് മുറ്റത്ത് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ അകത്ത് വെച്ച് ചെയ്യുമ്പോൾ അപ്പടിയാ പുകയൊക്കെ ആവുമല്ലോ. അപ്പോൾ തന്നെയല്ല ഗ്യാസേ വെച്ചാൽ ഒത്തിരി ഗ്യാസും നഷ്ടപ്പെടും. അതുകൊണ്ട് പുറത്ത് വെച്ചാൽ ചെയ്തതൊക്കെ കുറേശ്ശെ ആയിട്ട് വറുത്ത് ഒരുമാതിരി മൂപ്പായി വന്ന് കഴിയുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ആവശ്യത്തിന് വരുന്ന പോലെ ഉപ്പ് ഈ എണ്ണയ്ക്കകത്തോട്ട് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ വറക്കുമ്പോൾ പിന്നെ ഉപ്പ് അതനുസരിച്ച് ഇടാവുള്ളൂ, അല്ലെങ്കിൽ വേറെ ഉപ്പ് കൂടുതലായി പോകും കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം ഇത് കുറേ അവർ എടുത്തതിൻ്റെ ബാക്കിയിടെ എനിക്ക് അന്നേരം എടുത്ത് വയ്ക്കാൻ ഒത്തില്ല. പിള്ളേർക്ക് ഇഷ്ടം പോലെയൊക്കെ തിന്നണേ നമ്മൾ സ്വന്തമായിട്ട് ഇതുപോലെ വറക്കണം കേട്ടോ. ഒട്ടും വിഷമില്ലാത്ത നമ്മുടെ വാഴക്കൊലയല്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേനും അവലോസ് ഉണ്ടാക്കുവാണേ. സത്യം പറഞ്ഞാൽ ഇത് 2 ദിവസമായിട്ട് എടുത്താൽ കേട്ടോ. അവലോസ് ഇന്നത്തെ വാഴയ്ക്ക ഇന്നലെയും ചെയ്തതാണേ. അവലോസ് എന്ന് പറഞ്ഞാൽ ഈ പുട്ടുപൊടിയും കൂടെ ആട്ടോ ഉണ്ടാക്കുന്നത്. ഈ പുട്ടുപൊടി സാധാരണ നമ്മൾ മേടിക്കുന്ന പുട്ടുപൊടിയില്ലേ, പുട്ടുപൊടി മേടിച്ച് ഒരു അരമുറി തേങ്ങായും എടുത്ത് അത് രണ്ടും കൂടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുട്ട് പോലെ തന്നെ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴയ്ക്കുവേ. എന്നിട്ടൊരു നമ്മൾ ഒരു ഇളം ബ്രൗൺ ആയി തുടങ്ങാറാകുമ്പോഴത്തേനും ഒരു ലൈറ്റ് കളറാകാൻ തുടങ്ങാറാകുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി നല്ല ജീരകമില്ല ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ചെറിയ തീ തന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്ക് വാങ്ങിയെടുത്താൽ മതി. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെങ്കിലേ നമുക്ക് പിള്ളേർക്കൊക്കെ ആയാലും ഇഷ്ടം മാതിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ശരിക്കും കഴിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ പുട്ടുപൊടിയൊക്കെ നമ്മൾ മേടിക്കുന്നേക്കാളും നല്ലത് പൊടിച്ചെടുക്കുവാണേ. അപ്പോൾ എൻ്റെ മിക്സി അത്ര വർക്കല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അല്ല ഞാൻ പൊടിച്ചായിരുന്നു ഉണ്ടാക്കാറ്. പിന്നെ ഒരു ഇച്ചിരി കോവയ്ക്ക കിട്ടി നാളെ രാവിലെ കറി വയ്ക്കാൻ വൈകിട്ട് പറിച്ച് വെച്ചതാണ്. പിന്നെ ഇന്ന് രാവിലെ മത്തി മേടിച്ചുണ്ടാക്കിയപ്പോൾ നല്ലതായതുകൊണ്ട് പിന്നെയും ഞാൻ മേടിപ്പിച്ചു. നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കുറച്ച് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് കുഞ്ഞു മത്തിയല്ലേ, അപ്പം നീളത്തിലൊന്ന് മാത്രം വരഞ്ഞ് ഉപ്പും മുളകൊക്കെ തിരുമ്മി രാവിലെ വറക്കാൻ വെച്ചു. ബാക്കി നാളത്തേക്ക് കറി. ഇന്ന് ഉണ്ട് കറികളെല്ലാം നിലവിലെ. അപ്പം നല്ല മത്തിയാണ്. ഈ കുഞ്ഞതാണേലും ഇച്ചിരി കഷ്ടപ്പാട് വരുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇരട്ടിപ്പണിയായിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ പകുതി കാര്യങ്ങളൊന്നും ചെയ്യാനോ ഒരു വർക്ക് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇടുന്നതേ ഉള്ളൂ. ഇതിങ്ങനെയൊക്കെ മത്തി വെട്ടിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അന്നേരത്തേക്കൊക്കെ വൈകുന്നേരമൊക്കെ ആയി, സന്ധ്യ നേരമായി സത്യം പറഞ്ഞാൽ. ഇതൊക്കെ നിങ്ങൾ കാണുന്ന ഭാഗങ്ങളായിരിക്കും ഗോവിന്ദ് വിനോദ് വ്ളോഗ്സിൻ്റെ അകത്ത്. അവൻ ഇതൊക്കെ പിടിച്ചിടുന്ന അവൻ്റേതായ ഇതെല്ലാം സാധനങ്ങളുമേ. സന്ധ്യയായിട്ട് പിള്ളേർ നാമം ചൊല്ലാനൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് നിർത്തുവാണേ. അപ്പം നാളെ കാണാം കേട്ടോ. ഓക്കെ.